2004-2014 കാലത്തെ UPA സർക്കാരിന്റെ ഭരണകാലത്തും കോൺഗ്രസ് ഭരിച്ച വിവിധ സംസ്ഥാനങ്ങളിലുമായി നടന്ന ചില പ്രധാന ചോദ്യപേപ്പർ ചോർച്ച സംഭവങ്ങളുടെ പട്ടിക പറഞ്ഞുതരാം. വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഒരു ഓണത്തിനങ്ങ് പറഞ്ഞത് മാത്രം, വേണ്ടവർക്ക് എടുക്കാം ഈ വാക്ക്. 1. 2006 CBSE +2 അക്കൗണ്ടൻസി ചോദ്യപേപ്പർ ചോർച്ച. അന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്. 2. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ചോദ്യപേപ്പർ ചോർച്ച. അന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസും മറ്റു പാർട്ടികളും. 3. 2008 PMT പ്രീ മെഡിക്കൽ ടെസ്റ്റ് ചോദ്യപേപ്പർ ചോർച്ച. അന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസും മറ്റു പാർട്ടികളും. 4. 2011 ഹരിയാന ബോർഡ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച. അന്ന് മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ്, കോൺഗ്രസ്. 5. 2012 എയിംസ് പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച. അന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്, കോൺഗ്രസ്. 6. 2013 മഹാരാഷ്ട്ര HSC പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച. അന്ന് മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ, കോൺഗ്രസ്. 7. 2013 രാജസ്ഥാൻ സർവകലാശാല ചോദ്യപേപ്പർ ചോർച്ച. അന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കോൺഗ്രസ്. 8. 2013 രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദ്യപേപ്പർ ചോർച്ച. അന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കോൺഗ്രസ്. 9. 2014 CBSE 10ാം ക്ലാസ് +2 ചോദ്യപേപ്പർ ചോർച്ച. അന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മെയ് 14 വരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഫെബ്രുവരി 2014 വരെ. 10. 2016 കർണാടക UPC പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച. അന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കോൺഗ്രസ്. ആരും രാജിവെച്ചില്ല. രാജിവെക്കാൻ ഒരു പാർട്ടിയും പല്ലിയും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഈ പൊട്ടി വീണ പാട്ടുകൾ ആരുടെ സന്തതിയായിരിക്കുമെന്നത് വ്യക്തമായല്ലോ അല്ലെ? വീണ്ടും ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു നിർത്തുന്നു. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.